വീക്കെൻഡ് ആയപ്പോൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്രയാണിത്. ആൽബർട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കനേഡിയൻ റോക്കീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏബ്രഹാം ലേക്കിലേക്കാണ് ഈ യാത്ര. ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരു ലേക്കാണിത്. എന്നാൽ വിൻ്ററിൽ മാത്രം കാണാവുന്ന, സാധാരണയായി മറ്റ് ലേക്സിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേക കാഴ്ച ഈ ലേക്കിലുണ്ട്. അത് കാണുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഞങ്ങളുടെ സുഹൃത്തായ ജൂലിയറ്റിന് കാനഡയിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പ് കൂടിയാണിത്. എഡ്മണ്ടനിൽ നിന്ന് ഏതാണ്ട് 3.5 മണിക്കൂർ എടുക്കുന്ന ഈ ഡ്രൈവ് തന്നെ വളരെ മനോഹരമാണ്. മഞ്ഞു പുതച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളും കുന്നുകളും ഒക്കെയാണ് യാത്രയുടെ ആദ്യ പകുതിയിൽ ചുറ്റുമുള്ള കാഴ്ചകൾ. എന്നാൽ യാത്രയുടെ രണ്ടാമത്തെ പകുതി മുതൽ കനേഡിയൻ റോക്കീസിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഏതാണ്ട് ഉച്ചയോടെ ഞങ്ങൾ ഏബ്രഹാം ലേക്കിലെത്തി. നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ തണുപ്പ് താരതമ്യേന കുറവായിരുന്നെങ്കിലും നല്ല ജാക്കറ്റും ഗ്ലൗസും ബൂട്ട്സും ഒക്കെ ഇട്ടാണ് ഞങ്ങൾ ലേക്കിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ സുഹൃത്തുക്കളായ അഖിലും വൈഫ് സെസിലും അവരുടെ 1.5 വയസ്സുകാരി ഹെയ്സിലും ഈ ട്രിപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. കാനഡയിലെ ഒട്ടുമിക്ക ലേക്സും പോലെ വിൻ്ററിൽ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആകുന്ന ഒരു ലേക്ക് തന്നെയാണ് ഏബ്രഹാം ലേക്കും. എന്നാൽ ഫ്രീസായി കിടക്കുന്ന ഐസിനുള്ളിൽ കാണാവുന്ന ബബിൾസ് ഇവിടത്തെ മാത്രം. ലേക്കിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചെടികളും മറ്റും ഡീകമ്പോസായി അവയിൽ നിന്നും ഉണ്ടാകുന്ന മീഥേൻ ഗ്യാസ് ഈ ഐസ് പാളികൾക്കിടയിൽ ട്രാപ്പായി ഉണ്ടാകുന്ന കുമിളകളാണിത്. മറ്റു പല ലേക്സിലും ഈ പ്രതിഭാസം ഉണ്ടാകാമെങ്കിലും ഏബ്രഹാം ലേക്കിൽ ഉണ്ടാകുന്ന അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഇത് കാണാറില്ല. അതിനൊരു കാരണവുമുണ്ട്. ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന ഇവിടെ 1972 ബിഗ് ഹോൺ ഡാം പണിതതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മനുഷ്യനിർമ്മിതമായ തടാകമാണ് ഏബ്രഹാം ലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിത്തട്ടിൽ മറ്റ് ലേക്സിനേക്കാളും അധികം ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇന്നും കിടപ്പുണ്ട്. അവയിൽ നിന്നുമാണ് ഇത്രയും ഹയർ റേറ്റിൽ മീഥേൻ ഗ്യാസ് ഇവിടെ ഉണ്ടാകുന്നത്. വർഷത്തിൽ 1-2 മാസം മാത്രം ഉണ്ടാകുന്ന ഈ പ്രതിഭാസം കാണാനായി വന്നവരുടെ നല്ല തിരക്കാണിവിടെ. സ്കേറ്റിംഗ്, ഫ്രോസൺ ലേക്കിലൂടെയുള്ള ഹൈക്കിംഗ് ഒക്കെയായി മണിക്കൂറുകളോളം ചിലവിടാവുന്ന ഒരു മനോഹരമായ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ വിൻ്ററിൽ ഒരു ഫാമിലി ട്രിപ്പിന് തികച്ചും അനുയോജ്യമായ ആൽബർട്ടയിലെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഏബ്രഹാം ലേക്ക്. ഫ്രീസായ തടാകവും ചുറ്റുമുള്ള കൂറ്റൻ മലകളുമൊക്കെയായി മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് ഇവിടം സമ്മാനിക്കുന്നത്. സ്ഥിരം തിരക്കുകളുടെ ലോകത്തു നിന്ന് മാറി നന്നായി എൻജോയ് ചെയ്ത ഒരു ദിവസത്തിൻ്റെ സംതൃപ്തിയിൽ ഞങ്ങളും അവിടുന്ന് മടങ്ങി. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.